കോതമംഗലം രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് വാഴക്കുളം. സിൽവർ ജൂബിലിയുടെ നിറവിൽ അക്കാദമിക് മികവിന്റെ 25 വർഷങ്ങൾ പിന്നിടുന്ന വിശ്വജ്യോതിയോടൊപ്പം നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ. മൂവാറ്റുപുഴ PO ജംഗ്ഷനിലെ റോഡ് ചെളിക്കുളമായതോടെ ദുരിതത്തിലായി വാഹനയാത്രക്കാർ. പൈപ്പ് തകർന്ന് രൂപപ്പെട്ട കുഴി ശാസ്ത്രീയമായി അടയ്ക്കുന്നതിന് പകരം മണ്ണ് മാത്രമിട്ട് കുഴി മൂടിയതാണ് ഇപ്പോൾ വിനയായിരിക്കുന്നത്. മൂവാറ്റുപുഴ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ റോഡ് ചെളിക്കുളമായി മാറിയതോടെ യാത്രക്കാർ ദുരിതത്തിൽ. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി റോഡ് തകർന്ന് ദിവസങ്ങളോളം റോഡ് കുഴിയായി കിടന്നതിനെ തുടർന്ന് ജനവിരുദ്ധ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് കഴിഞ്ഞ ദിവസം കുഴി മൂടിയത്. എന്നാൽ ശാസ്ത്രീയമായി കുഴി അടയ്ക്കുന്നതിന് പകരം വെറും മണ്ണ് മാത്രമിട്ട് കുഴി മൂടിയതാണ് ഇപ്പോൾ വിനയായിരിക്കുന്നത്. കാലവർഷം ശക്തമായതോടെ റോഡിലെ കുഴി മൂടുന്നതിനായി ഇട്ട മണ്ണ് ചെളിക്കളമായി മാറിയിരിക്കുകയാണ്. ദിവസേന നൂറുകണക്കിന് വാഹനങ്ങളും ജനറൽ ആശുപത്രിയിലേക്ക് രോഗികൾ അടക്കം സഞ്ചരിക്കുന്ന റോഡിലാണ് ഈ ദുരവസ്ഥ. ചെളിയിൽ താഴുന്ന വാഹനങ്ങൾ നിയന്ത്രണം നഷ്ടപ്പെട്ട് മറിയുവാനും സാധ്യതയുണ്ട്. ചെളിക്കുഴി റോഡിന്റെ നടുവിലായതിനാൽ ഗതാഗത തടസ്സവും ഉണ്ടാകുന്നുണ്ട്. നഗരത്തിൽ പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് അറ്റകുറ്റപ്പണികളുടെ പേരിൽ ടാർ ചെയ്ത റോഡുകൾ കുഴിച്ച ശേഷം ശാസ്ത്രീയമായി കുഴി അടയ്ക്കാതെ മണ്ണിട്ട് മൂടുന്ന അധികൃതരുടെ നടപടി പതിവ് കാഴ്ചയായിരിക്കുകയാണ്. ലക്ഷങ്ങൾ മുടക്കി നിർമ്മിക്കുന്ന റോഡാണ് വാട്ടർ അതോറിറ്റിയുടെയും പൊതുമരാമത്ത് വകുപ്പിന്റെയും ഏകോപനമില്ലായ്മ കാരണം തകരുന്നത്. യാത്രക്കാരുടെ ജീവന് ഭീഷണി ഉയർത്തുന്ന ഇത്തരം അനാസ്ഥകൾക്കെതിരെ നാട്ടുകാരുടെയും വ്യാപാരികളുടെയും പ്രതിഷേധം ശക്തമാവുകയാണ്. അടിയന്തരമായി അധികൃതർ ഇടപെട്ട് റോഡിലെ അപകടാവസ്ഥ നീക്കണമെന്നാണ് നഗരവാസികളുടെ ആവശ്യം. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.